ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നലെ ഞാൻ കുക്കീസ് ഉണ്ടാക്കുന്ന റെസിപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇത് കഴിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് കാണിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്ര നല്ല ടേസ്റ്റാണ്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഷേപ്പൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഒന്നും നോക്കണ്ട. ഈ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇപ്പോൾ കുട്ടികൾ സ്കൂൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കഴിക്കുന്നത് കാണിക്കുക, എത്രത്തോളം ക്രിസ്പി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അടിപൊളി കേട്ടോ, നല്ല ക്രിസ്പി ഉണ്ട്, നല്ല അടിപൊളി കുക്കീസാണ്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ റെസിപ്പിയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചെറിയൊരു സ്നാക്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അതായത് ഒരു കുക്കീസ്, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കുക്കീസ്. അതിനാവശ്യമായ സാധ്യത ഒരു കപ്പ് ഫ്ലോർ മൈദപ്പൊടി, പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര. ഞാൻ ഷുഗർ കുറച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഷുഗർ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ചെയ്യണം. ഞാൻ കുറച്ചെടുത്തിട്ടുള്ള അരക്കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ ബട്ടറിൻ്റെ അടുത്ത് കുറച്ചുള്ളൂ, ഇതിൽ കുറച്ചും കൂടി ഞാൻ ഓയിൽ ചേർക്കും. കുറച്ച് ബട്ടർ, പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു എഗ്ഗ്. ഇതാണ് ഇൻഗ്രീഡിയൻസ്. പിന്നെ ഒരു നുള്ളു ഉപ്പും, പിന്നെ വേണമെങ്കിൽ നമുക്ക് വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഒരു കുറച്ച് വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത്തിരി നമ്മളെ ചിക്കീസ്, അതായത് ഇതില്ലേ നമ്മൾ ചോക്ലേറ്റിൻ്റെ ചിക്കീസ് പോലത്തെ അത് കുറച്ച് വേണമെങ്കിൽ ഇടാം കേട്ടോ. വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ കുറച്ചൊരു ഭംഗിക്ക് വേണം ഇടാമെന്ന് വിചാരിച്ചിട്ട് ആണ് എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന്, അതായത് നമ്മളിപ്പോൾ ഈ പാത്രത്തിൽ വെച്ചിട്ട് അടിക്കുന്നു വേണ്ട, അതിന് ഞാനിവിടെ മിക്സി എടുത്തിട്ടുണ്ട്. ഈ മിക്സിയിൽ എല്ലാം ഇട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്ക് വേഗം തയ്യാറാക്കാം. ഇല്ലെങ്കിൽ മിക്സിയിൽ നമ്മളിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ഷുഗർ മാത്രം പൊടിച്ചെടുക്കും. പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നത്, അതിൽ പൊടിച്ചോട് തന്നെ എല്ലാം ഞാൻ അതിലേക്ക് ഇട്ടിട്ട് പൊടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഷുഗർ ഇട്ടിട്ട് പൊടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടാം. ഓക്കെ, പൊടിച്ചിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ ഷുഗർ പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറൊക്കെ ചേർക്കട്ടെ. ഒരു മിനിറ്റ്. ബേക്കിംഗ് സോഡ ഒരു നുള്ളു മതി കേട്ടോ. ബേക്കിംഗ് സോഡ കൂടുതലിട്ടരുത്, ഒരു നുള്ളു കേട്ടോ. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം. ഈ ബേക്കിംഗ് പൗഡർ ഇടണം. അതിലേക്ക് ബേക്കിംഗ് പൗഡർ ആട്ടോ. ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണ്, 3/4 മതി. ഇതിൻ്റെ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഇതിൽ ഫുള്ള് നിങ്ങൾക്ക് തോന്നാണ് ഇത് 3/4 ഉള്ളൂ കേട്ടോ. 3/4 കാരണം ഞാൻ അത്രയും ചെറിയൊരു സ്പൂണാണ് എടുത്തത്. അപ്പോൾ ഇത് 3/4 സ്പൂണായിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കൂടി ഒന്നും കൂടി ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് വരാം കേട്ടോ. ഒക്കെ ഒന്നും കൂടി ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ അടിച്ച് വന്നിട്ടോ. ഒക്കെ കൂടി ഞാൻ ഒന്നായിട്ട് നല്ല പൗഡർ. മറ്റേ നമ്മൾ ഈ തരിപ്പെടുത്തിട്ട് അരിച്ചിട്ടൊക്കെ നമ്മൾ മൈദൊക്കെ അതിനൊന്നും ആവശ്യമില്ല. ഇത് മിക്സിയിൽ തന്നെ നമ്മൾ പഞ്ചസാര പിടിക്കല്ലോ. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് പൊടിച്ച് ചേർത്ത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ബട്ടർ. ഇത് ഉരുക്കണം പറഞ്ഞാൽ കുറച്ച് ഈ കട്ടൊന്ന് പോയിട്ട് കുറച്ച് മെൽറ്റ് ചെയ്യാം. ഓവറാവണ്ട, ഒന്ന് മെൽറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അപ്പോൾ മെൽറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ബട്ടർ ചെറുതായ രീതിയിൽ മെൽറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മെൽറ്റ് ചെയ്താൽ മതി, ഓവർ ചൂടാക്കരുത്. ഗീ പോലെ ഓവർ ചൂടാക്കാൻ പാടില്ല. ഇതിൻ്റെ നല്ല ഫ്ലേവർ വേണമെങ്കിൽ ബട്ടർ ഇങ്ങനെ ചെറുതായിട്ട് മെൽറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ കിടന്നിട്ട് തന്നെ അല്ലി കുറച്ചും കൂടി ഉണ്ടല്ലേ കണ്ടോ. അത് ഇതിൽ തന്നെ ചൂട് തന്നെ കിടന്നിട്ട് അലിയും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട, ഇതൊന്ന് ചൂട് ഒന്ന് പോകണം, ചെറിയ ചൂടുണ്ട്. ചൂട് പോയിട്ട് നമുക്ക് ഇതിലേക്ക് മുട്ട അടിച്ചിട്ട് നല്ല ഇതാക്കണം, അടിക്കണം. അപ്പോൾ ഇതിങ്ങനെ ഏകദേശം നല്ല ചൂടാറിയിട്ടുണ്ട്. മുട്ട കഴുകിയിട്ട് ഇത് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കട്ടോ. റൂം ടെമ്പറേച്ചർ വേണമല്ലോ ഒരു മുട്ട. ഓക്കെ, ഇത് നല്ല അടിക്കാം. ഇനിയിപ്പോൾ ഇത് അടിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് ആ പൊടിയിലേക്ക് ഇത് ചേർക്കണം. അപ്പോൾ അങ്ങനെ മുട്ടയും ഗീ കുറച്ചായി ഞാൻ ചേർത്തിൻ്റെ ഓയിൽ വേണം, നിർബന്ധമല്ല. ഇനിയിപ്പോൾ ഗീ ഇല്ലാത്തവർക്ക് പിന്നെ വെറും ഓയിലാക്കാം കേട്ടോ. ഒരു നിർബന്ധവും ഇല്ല, ഗീ തന്നെ വേണം എന്നുള്ളത്. പക്ഷേ ഗീ ചേർത്താൽ എന്താ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും. അതത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തുള്ളി ഞാൻ വനില എസൻസ് വയ്ക്കുന്നുണ്ട്. ഇത് സ്കിപ്പ് ചെയ്യട്ടോ, ഇത് നിർബന്ധമേ ഇല്ല. ഇനി ആ മുട്ടൻ്റെ മണം ഇനി അധികം ഇഷ്ടമല്ലാത്തവർക്ക്, പക്ഷേ മുട്ടൻ്റെ മണം ഇത് ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇത് ഗീലാക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും സ്മെല്ലൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ചേർത്തതാണ് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്, നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ വേറെ പൊടിച്ച് വെച്ച് ഇതിൽ വേറെ ആക്കി വെച്ച് ഇനി വേണമെങ്കിൽ ഇത് എടുത്തിട്ട് നമുക്ക് ഇതിൽ ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്യാൻ പറ്റും.
പക്ഷേ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അത് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഇതിലേക്ക് ദോയിച്ചിട്ട് ഒന്ന് പൾസ് ചെയ്ത് വന്ന് നോക്കട്ടെ. ഇത് ഒരു പരീക്ഷണം മാത്രമാണ് കേട്ടോ, ഇതൊരു വെറും ഒരു പരീക്ഷണം മാത്രമാണ്. ഇത് സക്സസ് ആയാൽ ഒന്നും നമ്മൾ കൈകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഒക്കെ നമുക്കിതിൽ മിക്സിയിലിട്ടാൽ ഓക്കെ ആവും കേട്ടോ. ഞാനിതൊന്ന് അടിച്ച് വരട്ടെ കേട്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന്, ഇതിങ്ങനെയാണുള്ളത്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് അടിച്ച് വരട്ടെ, കറക്റ്റ് ആവും കേട്ടോ. ഇതിലിപ്പോൾ ഒരു മുട്ട ഞാൻ ഇട്ടത്, ഞാൻ അന്ന് 2 മുട്ട ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് അധികമായിട്ട് തോന്നി. അപ്പോൾ ഇത് സംഭവം ഒരു മുട്ട തന്നെ മതി കേട്ടോ. കണ്ടോ, ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഞാനൊന്ന് പൾസ് ചെയ്തിട്ട് വരാം, അപ്പോൾ അതെങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കേട്ടോ, ഒരു മുട്ട തന്നെ ധാരാളം കേട്ടോ. ഞാൻ 2 മുട്ട ഇട്ടപ്പോൾ എന്നിട്ട് കേക്ക് പോലെ തന്നെ കുക്കീസ് ആയില്ല. അപ്പോൾ ഞാൻ ഞാൻ ഒന്നും കൂടി ഡൗട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ആക്കിയാൽ മതി. കണ്ടോ, കറക്റ്റിൽ വന്ന്, കണ്ടോ കറക്റ്റായിട്ടോ. പൾസ് ചെയ്യേണ്ട ആവശ്യമില്ല, പൾസിൻ്റെ ആവശ്യമില്ല. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ അടിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ തന്നെ മതി, ഇതിങ്ങനെ തന്നെ കഴിച്ചാൽ മതി. കയ്യിലും ആവുന്നില്ല, നല്ല സുഖം, കറക്റ്റ് പരിവായിട്ടോ. ആഹാ, അപ്പോൾ സക്സസ് ആയി. അപ്പോൾ നിങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. ആഹാ, ഞാൻ നല്ല ഇതിലേക്ക് മാറ്റിയിട്ട്, ഇതിലേക്ക് മാറ്റാം നമുക്ക്. ഇതിൽ കുറച്ച് ഗീ ഉണ്ടല്ലോ, അതിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പൊടി ഇതിലേക്ക് ഇട്ടാൽ തന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല മിക്സീൻ്റെ, അതായത് ഇങ്ങനെ കുഴക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൾസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. കണ്ടോ, അയ്യവ അടിപൊളി. കണ്ട, മിക്സിയിൽ നിന്ന് നല്ല സ്മൂത്തിൽ ഇളക്കി വന്നിരിക്കുന്നത്. കണ്ടോ കണ്ടോ, മിക്സി ഫുൾ ക്ലീൻ ആയിട്ടോ. ഇനി നമുക്കിത് ഇതിലെന്നെ ഇട്ടിട്ടൊന്നും കൂടി ആക്കാം. കറക്റ്റ് പരിവാട്ടോ അത്. ഇതൊക്കെ കേക്ക് ഉണ്ടാക്കുന്നവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അയ്യവ ഇത് നോക്കിയേ, അതിൻ്റെ പരുവം കണ്ടോ, കറക്റ്റ് പരുവായിട്ടുണ്ട്. ഞാൻ അന്ന് ഉണ്ടാക്കിയിട്ട് അയ്യടാന്ന് വിചാരിച്ചു തന്നെയാണ്, പക്ഷേ ഇന്ന് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ബാറ്റർ റെഡിയാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, അതായത് നമുക്ക് കേക്ക് ബാറ്റർ ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഓക്കെ, അത് ഓവണൊന്നും ഇല്ലാതെ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഒരു ബീറ്ററോ ഒരു ഓവണോ ഒന്നും വേണ്ട, നമുക്കിത് ഉണ്ടാക്കാം. പെട്ടെന്ന് ഒരു കുക്കീസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല കറക്റ്റിൽ കണ്ടോ, കറക്റ്റ് പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അഥവാ കുറച്ച് ലൂസ് തോന്നുകയാണെങ്കിൽ ഒരു മുട്ട ഇട്ടാൽ ചിലത് ചെറിയ മുട്ടയായിരിക്കും, ചിലത് വലുതായിരിക്കും. അപ്പോൾ ഒരു കുറച്ചും കൂടി നമ്മൾ മൈദപ്പൊടി തിരിച്ചാപ്പ് ഇട്ടാൽ മതി കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാറ്റർ നമുക്ക് ഉരുളാക്കിയിട്ട് നമുക്ക് ബാറ്ററിൽ വെക്കപ്പോൾ വരാം കേട്ടോ. ഇതെൻ്റെ കേക്ക് ബാറ്റർ ഞാൻ ഉണ്ടാക്കി നോക്കിയ സാധനം. അതാ ഞാൻ പറഞ്ഞത്, കുറച്ച് ലൂസായപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ കേക്ക് പോലായി. കാരണം നമുക്ക് ഉരുളാക്കാൻ പറ്റുന്നില്ലേ, ഞാൻ 2 മുട്ട വെച്ച് ചെയ്തെന്ന് അറിയില്ലേനോ. അപ്പോൾ ഉണ്ടാക്കിയ അതിൻ്റെ ഇതാണ്. ഇതൊന്ന് തുടച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഓവണൊന്നും ഇല്ലാതെ അതിൻ്റെ ഓവൺ കേടായിട്ടുണ്ട്, വേറെ വിഷയം. അപ്പോൾ ഇനിയിപ്പോൾ ഓവൺ ഇല്ലെങ്കിൽ ആർക്കും കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അതുണ്ടാക്കാൻ ഒന്നും വേണ്ട, ഓവൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ഈസിയിൽ എളുപ്പത്തിൽ നമുക്ക് ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൽ ഇത്തിരി ഒന്ന് ബട്ടർ തടവണം, ഞാൻ ഇത്തിരി തടവട്ടെ. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചാൽ മതി. എൻ്റെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തോത്തി കൊടുക്കുന്നതാണ്. ബട്ടർ ഇത്തിരി വെച്ചാൽ, ബട്ടർ അല്ലെങ്കിൽ ഓയിൽ, നിങ്ങളടുത്ത് എന്താണോ ഉള്ളത് അത് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. ഇത്തിരി പൊടി ഇട്ടിട്ടൊന്ന് തട്ടി കൊടുക്കാം. കാരണം നമ്മൾ കേക്കിൻ്റെ ബാറ്ററിൽ നമ്മളിപ്പോൾ ബട്ടർ പേപ്പറിലേക്ക് ചെയ്യില്ലേ, സെയിം പ്രോസസ്സിങ്. അതായത് ഇത്തിരി പൊടി ഇട്ടിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, അതാ ഈ ബാറ്ററിൽ ഞാൻ ഇത്തിരി പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതെല്ലാ സ്ഥലത്തൊന്ന് തട്ടി തട്ടി എന്നാ എല്ലാ സ്ഥലത്തൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ അധികം ഇപ്പോൾ കേക്ക് അങ്ങനത്തെ ഓരോ സാധനങ്ങൾ വീട്ടിലുണ്ടാക്കാം. ഇവിടെ നല്ല കിട്ടൂല ബേക്കറി ഒന്നും. കേക്കൊക്കെ കിട്ടും, ഭയങ്കര പൈസ ആണല്ലോ. അപ്പോൾ എന്തിനാ പറയുന്നത്, നമ്മൾ വെറുതെ പുറത്തേക്ക് ക്യാഷ് കൊടുക്കുന്നത്. നമുക്കിത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇത് മൊത്തം ഒന്ന് തട്ടാനൊന്നുമില്ല, ഇത് തന്നെ. ഇനി ബാക്കി ബാലൻസ് വരാണെങ്കിൽ മാത്രം ഒന്നിടാം. ഇത്തിരി ഇവിടെ ബാലൻസ് കാണുന്നുണ്ട്, നമുക്ക് ഇത്തിരി തട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് സാധാരണ ഇപ്പോൾ എന്ത് ഷേപ്പാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഷേപ്പിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇതിന് എണ്ണൊന്നും പരത്തേണ്ട ആവശ്യമില്ല. ഞാനിതാ റൗണ്ട് നല്ല ഷേപ്പിൽ ഉണ്ടാക്കി കൊടുത്തോക്കട്ടെ. അങ്ങനെ ആക്കി കൊടുക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ആക്കാം കേട്ടോ. ഞാനിങ്ങനെ ആക്കി നോക്കട്ടെ. കുക്ക് ചെയ്തില്ലേ, നമ്മുടെ ചോക്ലേറ്റ് വേണമെങ്കിൽ അത് ഇതിന് കുറച്ചിതാ ഈ ചോക്ലേറ്റ് വെച്ചിട്ട് ആണ് ഒന്നോ രണ്ടോ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനതൊന്ന് പൊട്ടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മളെ ചോക്ലേറ്റ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. കുറച്ച് നമുക്ക് ഇതിലേക്ക് എടുത്ത് മാറ്റാം. ഓക്കെ കേട്ടോ. ഓരോന്നിൽ ഒരു കുറച്ച് 2-3 എണ്ണമായിട്ട് വെച്ച് കൊടുക്കാം. കുറേ വേണമെന്നൊന്നുമില്ല. ഒരു പേര് കുട്ടിക്ക് അതൊരു ഇൻട്രസ്റ്റ് ആവും. ഇങ്ങനെ കാണുമ്പോൾ കുട്ടിക്ക് അതൊരു ഇൻട്രസ്റ്റ് ആവും. കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുത്താൽ അത് കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആവും തിന്നാനൊക്കെ. മനസ്സിലായോ? ഇങ്ങനെ വെച്ച് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് വെച്ചാൽ ഏതായാലും ഞാൻ ഉരുളാക്കട്ടെ. ഉരുളാക്കിയിട്ട് നമുക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം, ലാസ്റ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഉരുളാക്കിയിട്ട് വരാം. ഓക്കെ, ഞാൻ ഉരുളാക്കട്ടെ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഉയർത്ത് പൊളിച്ച് ഭയങ്കര ചൂടാട്ടോ. കിച്ചണിൽ തീരെ പണിയെടുക്കാൻ പറ്റുന്നില്ല എനിക്ക്. അതാണ് എനിക്ക് റെസിപ്പി എടുക്കാനൊക്കെ ഭയങ്കര മാറ്റി. ഞാൻ ചെറുതാക്കുന്നുണ്ട്, കാരണം എന്താ, ഉള്ളു വേവണ്ട. ഉള്ളു പെട്ടെന്ന് വേണമെങ്കിൽ നമ്മൾ ചെറുതാക്കാം. പിന്നെ ഇതില്ലേ കുറച്ച് വലുതാവും. നമ്മളിപ്പം കുറച്ച് ഇങ്ങോട്ടൊക്കെ വെക്കട്ടെ, കുറച്ച് വലുതായി, കുറച്ച് വലുപ്പം ഉണ്ടാവും കേട്ടോ. അത് ശരിക്കും ബട്ടർ പേപ്പർ വേണ്ടി, എൻ്റെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ല വെക്കാനുണ്ട്. അപ്പം ഞാൻ കുടുങ്ങി.
അപ്പോൾ ഇത് ഫുള്ള് ഞാൻ ഉരുട്ടട്ടെ കേട്ടോ. ഓ, ഈച്ചശല്യം ഉണ്ട് ഇവിടെ. അവിടെ ഉണ്ടോ എന്ന് ആർക്കറിയാം, നിങ്ങൾ അവിടെ ഉണ്ടോ? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഈച്ചശല്യം ഉണ്ട്, നല്ല ചൂടുണ്ട്. പിന്നെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും പാമ്പ് ശല്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കാണാത്തതുകൊണ്ടാണ്. മരുഭൂമിയിലൊക്കെ നല്ല പാമ്പുള്ള ഇതാണ്. പോകുമ്പോഴൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നലെ ഞാൻ പോയിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ആ മണ്ണിലൂടെ അങ്ങനെ വരുമ്പം അതിൽ മെയിൻ ഉണ്ടാവല്ലോ സാധനത്തിൻ്റെ പേര് പറയാൻ തന്നെ എനിക്കിഷ്ടമില്ല. അപ്പോൾ ഇങ്ങനെ പല ഷേപ്പിലും നമുക്ക് ആക്കി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കട്ടെ. ഇനി സ്ക്വയറിൽ വേണമെങ്കിൽ സ്ക്വയർ, എന്ത് ഷേപ്പാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങളാക്കിക്കോളി. പിന്നെ അത് ഫുള്ള് ഞാൻ ഉരുട്ടട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്കത് ബോറാവും. അപ്പോൾ ഞാൻ ഉരുട്ടിയിട്ട് ഇങ്ങനെ വരാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ആയി. ഇത് ഫുള്ളും ഞാൻ ഉരുട്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചിക്ക് പീസ് ഇല്ല, അതേപോലെ ഇതിലൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ ഒന്ന് എക്സ്ട്രാ വന്നിട്ടുണ്ട്, ലാസ്റ്റ് നമുക്ക് മുകളിൽ വെച്ച് നോക്കാം കേട്ടോ. ഇതിലൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് വെച്ചിട്ട്, ഇതില്ല വോയിസ് കുറവുണ്ടെന്ന് പലരും പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എന്താ പറയുക, എനിക്ക് എന്തായാലും മൈക്കൊക്കെ വാങ്ങണം ഇൻഷാ അല്ലാ. അപ്പോൾ ഇതൊക്കെ ഫുള്ള് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ല, ഫുള്ളും ഫില്ല് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഓവൺ ഇല്ലാതെ നമുക്കിത് ചെയ്യാം. ഇതൊന്നുണ്ട് ലാസ്റ്റ്. ഇത് ഞാൻ ഇതിൻ്റെ മേലെ വെക്കുന്നുണ്ട്. എന്താവും എന്തോ അവിടെ കിടക്കട്ടെ. അതായിട്ട് പൊറ്റയ്ക്ക് വെക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ എല്ലാം ഉരുള മാറ്റിയിട്ട് അത് ചെറുതാക്കാനും പറ്റില്ല. അപ്പോൾ ഒന്ന് ഇഷ്ടമുള്ള അവിടെ കിടക്കട്ടെ. നമുക്ക് ഓവണില്ല, ഓവണിന് പകരം നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്രൈ പാൻ കണ്ടോ, വലിയൊരു ഫ്രൈ പാന്. അതിൻ്റെ മേലൊരു അലുമിനിയത്തിൻ്റെ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇൻഡാലിയാണത്. എന്നിട്ട് ഇത് മൂടി വെക്കുക. എന്നിട്ട് ചുറ്റും പ്രീ ഹീറ്റ് ആവണം. പ്രീ ഹീറ്റ് ആവാൻ കുറച്ച് നേരം നമ്മളത് മൂടി വെച്ചിട്ട് പ്രീ ഹീറ്റ് ആവട്ടെ. എന്നിട്ട് വേണം നമുക്ക് ആ ബാറ്ററിയിലേക്ക് വെച്ച് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്കിത് പ്രീ ഹീറ്റ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തുറക്കാം. ഓക്കെ, തുറന്നിട്ട് ഇത് ഇതിൽ വെച്ച് കൊടുക്കാം. ഇതിൽ വെച്ച് കൊടുക്കാം. കറക്റ്റ് ഇത് വരുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് ഹൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇങ്ങനെ ഇത് കവർ ചെയ്തിട്ടുള്ള മൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇതിൽ എനിക്ക് നല്ല ഇതിലായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന പാത്രങ്ങൾ നിങ്ങൾ എടുക്കുക, അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമുക്കൊരു അരമുക്കാൽ മണിക്കൂറോളം ഇതിങ്ങനെ വെക്കണം, ചെറിയ സിമ്മായിട്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ കുക്കീസ് ഏകദേശം ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മളത് എടുത്ത് നോക്കിയപ്പോഴാണ് ഒരു അബദ്ധം പറ്റുന്നത്. നമ്മൾ ഉരുളാക്കി വെച്ചതൊക്കെ പരന്ന് കേക്ക് രൂപത്തിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. രൂപം മാത്രം കേട്ടോ, പക്ഷെ കഴിക്കാൻ കുക്കീസ് തന്നെ ആയിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു, നല്ല ക്രിസ്പി ഉണ്ടായിരുന്നു. അപ്പം ഇതുപോലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. പക്ഷെ നമ്മൾ ഈ ഉരുളാക്കി വെക്കുമ്പോൾ അതിന് സ്പേസ് കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഒട്ടിക്കെടുക്കുക മീൻസ് അത് അടുത്തടുത്ത് പോയിട്ട് നമ്മൾ ആ കേക്ക് ബാറ്ററിൻ്റെ അതേ ഷേപ്പായി കിടക്കും. അപ്പോൾ എൻ്റെ അടുത്ത് 2 പാത്രത്തിലൊക്കെ വെച്ച് ചെയ്യാനും മടിച്ചിട്ട് ഞാൻ പിന്നെ അടുത്തടുത്ത് വെച്ച് കൊടുത്ത് നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ അത് അങ്ങനെ വെക്കാതെ കുറച്ച് വിട്ട് 2 പാത്രത്തിലാക്കി വെച്ച് കൊടുത്താൽ ഓക്കെ ആയി കിട്ടും കേട്ടോ. പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മളും പീസാക്കി എടുത്തു. കുക്കീസ് തന്നെ സെയിം. എന്ത് ടേസ്റ്റാണ് അറിയാം. നിങ്ങളിതൊന്നും ഉണ്ടാക്കുന്ന ഈ റെസിപ്പിയിലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഷേപ്പല്ല പ്രാധാന്യം, ഇത് കഴിക്കുന്നത് അത് എത്ര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഗീലുണ്ടാക്കിയാൽ പറയണ്ടല്ലോ, അത്ര സൂപ്പറായിരുന്നു. അപ്പോൾ ഇതിൽ ബാറ്ററിൽ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വോയിസ് കേൾക്കുന്നുണ്ടാവും, ടിക് ടിക് എന്നുള്ളത്. അത്ര നല്ല ക്രിസ്പി ഉണ്ടായിട്ടാണ്. നല്ല നമ്മൾ ശരിക്കുള്ള നാണക്കൊട്ടായി അതങ്ങനെയുള്ള ഒരു കുക്കീസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളെ അഭിപ്രായം നിർദ്ദേശങ്ങളും കമൻസിൽ അറിയിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.